ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL ബാക്കിയുള്ള പോരാട്ടങ്ങൾ 17 ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. മെയ് 27 നേരത്തെ മത്സരം ഷെഡ്യൂൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ മത്സരങ്ങൾ പുനഃക്രമീകരിച്ചതോടെ ഫൈനൽ ജൂൺ 3 മാറ്റി. ടൂർണമെന്റിന്റെ ഷെഡ്യൂളിൽ വന്നിട്ടുള്ള ഈ അപ്രതീക്ഷിത മാറ്റം പല ഫ്രാഞ്ചൈസികൾക്കും വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് പിന്നിലെ കാരണം ദേശീയ ടീമുകൾക്കൊപ്പമുള്ള മത്സരങ്ങൾ മൂലം പല വിദേശ താരങ്ങൾക്കും ഫൈനലിന് മുമ്പ് നാട്ടിലേക്ക് തിരികെ പോകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നതാണ്. അതിനാൽ ഇവരുടെ അഭാവം പരിഹരിക്കുക എന്നത് ഫൈനലിൽ എത്തുന്ന ടീമുകൾക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കും. 5 പ്രാവശ്യം ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിൽ 8 വിദേശ കളിക്കാരാണ് ഉൾപ്പെടുന്നത്. ഇതിൽ അവസാനം വരെ ടീമിനൊപ്പം ഉണ്ടാവുക ഇംഗ്ലണ്ട് താരങ്ങളായ ബെവൻ ജേക്കബ്സ്, റീസ് ടോപ്ലെ, അതുപോലെ ന്യൂസിലൻഡ് താരങ്ങളായിട്ടുള്ള മിച്ചൽ സാന്റ്നർ, ട്രെന്റ് ബോൾട്ട് എന്നിവരായിരിക്കും. മാത്രമല്ല അഫ്ഗാനിസ്ഥാന്റെ മുജീബുർ റഹ്മാനും ടീമിൽ തുടരുന്നതായിരിക്കും. പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ റയാൻ റിക്കൽട്ടൺ, കോർബിൻ ബോഷ്, ഇംഗ്ലണ്ടിന്റെ വിൽ ജാക്സ് എന്നിവർ ഈ മാസം 25 വരെ ആയിരിക്കും ടീമിനൊപ്പം കളിക്കുക. അതുപോലെ ആദ്യ IPL ട്രോഫിയിലേക്ക് മുന്നേറുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനാകും ഏറ്റവും അധികം തിരിച്ചടി ലഭിക്കുവാൻ പോകുന്നത്. ഓസ്ട്രേലിയയുടെ ടീം ഡേവിഡ് ഇംഗ്ലീഷ് താരങ്ങളായ ഫിൽ സാൾട്ട്, ലിയാം ലിവിങ്സ്റ്റൺ, ശ്രീലങ്കയുടെ നുവാൻ തുഷാര എന്നിവർ മാത്രമായിരിക്കും അവസാനം വരെ കാണുക. ഇംഗ്ലണ്ടിലെ ജേക്കബ് ബെദലും സൗത്ത് ആഫ്രിക്കയുടെ ലുങ്കി എൻഗിഡിയും 25 വരെ ടീമിനൊപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. റൊമാരിയോ ഷെപ്പർഡിന്റെ കാര്യം ഒരു സംശയമായി നിലനിൽക്കുകയാണ്. ജോഷ് ഹേസൽവുഡ് പരിക്ക് കാരണം ഇനി കളിക്കില്ല. പഞ്ചാബ് കിങ്സിലെ ഭൂരിഭാഗം കളിക്കാരും സീസണിന്റെ അവസാനം വരെ ടീമിനൊപ്പം തന്നെയാകും ഉണ്ടാവുക. ഓസ്ട്രേലിയൻ താരങ്ങളായ ജോഷ് ഇംഗ്ലീഷ്, മാർക്കസ് ടോയിനസ്, സാവിയൻ ബാർലറ്റ്, ആരോൺ ഹാർഡി, അഫ്ഗാന്റെ അസ്മത്തുള്ള ഒമർ സായി എന്നിവരാണ് കൂടുതലും ലഭ്യമായിട്ടുള്ള കളിക്കാർ. സൗത്ത് ആഫ്രിക്കയുടെ മാർക്കോ യാൻസൺ ഈ മാസം 25-നും ഓസ്ട്രേലിയയുടെ മൈക്കൽ ഓവൽ 20-നും വിടുമെന്ന് അറിയിക്കുകയും ചെയ്തു. അതുപോലെ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം തുടരുന്നത് സൗത്ത് ആഫ്രിക്കയുടെ ഫാഫ് ഡുപ്ലസി, ഡൊണോവൻ ഫെരേര, അഫ്ഗാനിസ്ഥാന്റെ സിദ്ദീഖുള്ള അതെൽ, ശ്രീലങ്കയുടെ ദുഷ്മന്ത ചമീര എന്നീ താരങ്ങളാണ്. ട്രിസ്റ്റൻ സ്റ്റബ്സും മിച്ചൽ സ്റ്റാർക്കും സീസണിൽ തുടർന്ന് കളിക്കുമെന്നത് നിലനിൽക്കുന്ന മറ്റൊരു സംശയമാണ്. ജാക്ക് ഫ്രൈസർ മക്യൂർക്കും ഇനി ടീമിലുണ്ടാകുവാൻ സാധ്യതയില്ല. അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിനായി അവസാനം വരെ ഉണ്ടാവുക സൗത്ത് ആഫ്രിക്കയുടെ ഹെൻറിച്ച് ക്ലാസൻ, മലിംഗ എന്നിവരായിരിക്കും. പക്ഷേ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്, ഡ്രാവിസ് ഹെഡ്, സൗത്ത് ആഫ്രിക്കയുടെ വിയാൻ മുൾഡർ എന്നിവർ 25 വരെ മാത്രമേ ടീമിൽ കാണൂ. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരാളൊഴികെ ബാക്കിയുള്ളവരെല്ലാം സീസൺ മുഴുവൻ ലഭിക്കുന്നതായിരിക്കും. വെസ്റ്റ് ഇൻഡീസ് താരമായ റോമൻ പവേലിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇനി സംശയം ബാക്കിയായിട്ടുള്ളത്. ഡീകോക്ക്, ആന്ദ്രേ റസൽ, സുനിൽ നരൈൻ, മൊയിൻ അലി, സ്പെൻസർ ജോൺസൺ, ആൻഡ്രിച്ച് നോർക്കിയ തുടങ്ങിയവരെല്ലാം സീസൺ മുഴുവൻ ടീമിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ 3 വിദേശ കളിക്കാരെയാണ് ലക്നോ സൂപ്പർ ജയൻസിന് സീസണിൽ അവസാനം വരെ കൂടുതലും കിട്ടുക. സൗത്ത് ആഫ്രിക്കയുടെ മാത്യു ബ്രീസെ, ഡേവിഡ് മില്ലർ, വെസ്റ്റ് ഇൻഡീസിന്റെ നിക്കോളസ് പുരാൻ എന്നിവരാണ് ഈ കളിക്കാരിൽ ഉൾപ്പെടുന്നവർ. അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ ഏഡൻ മാർക്രവും ഓസ്ട്രേലിയയുടെ മിച്ചൽ മാർഷും 25 വരെ മാത്രമാണ് ടീമിൽ ഉണ്ടാവുക. കൂടാതെ ഷാമർ ജോസഫ് ഇനി കളിക്കുമോ എന്നതും സംശയമാണ്. ഒരാളൊഴികെ ബാക്കിയുള്ള 7 വിദേശ താരങ്ങളുടെയും സേവനം രാജസ്ഥാൻ റോയൽസിനും സീസണിന്റെ അവസാനം വരെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ജോഫ്രെ ആർച്ചർ ഈ മാസം 25-നായിരിക്കും ടീം വിടുന്നത്. പക്ഷേ ഷിംറോൺ ഹെറ്റ്മെയർ, ലുവാൻഡ്രെ പെട്രോറിയസ്, വനിന്ദു ഹസരംഗ, നാത്രെ ബർഗർ, ഫസൽ ഹബ് ഫറൂഖി എന്നീ താരങ്ങൾ റോയൽസിൽ ലഭ്യമായ കളിക്കാരാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ഗുജറാത്ത് ടൈറ്റൻസിന്റെ സൂപ്പർ താരം ജോസ് ബട്ടലിനൊപ്പം കാഗിസോ റബാഡ, ഷെർഫെർ റൂദർഫോർഡ് എന്നിവരെല്ലാം 25 വരെ ആയിരിക്കും ടീമിൽ ഉണ്ടാവുക. പക്ഷേ ജെറാഡ് കോട്സി, റാഷിദ് ഖാൻ, കരീം ജന്നത്ത്, ദസൂൻ ഷനക്ക തുടങ്ങിയവർ ഗുജറാത്തിനൊപ്പമുണ്ട്. പോയിന്റ് പട്ടികയിൽ ഏറ്റവും താഴെയുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന് ഡെവാർഡ് ബ്രേവിസ്, സാം കറൈൻ, നെതാൻ എല്ലിസ്, നൂർ അഹമ്മദ്, മതീഷ പതിരാന എന്നീ താരങ്ങൾ സീസണിലെ ശേഷം 2 മത്സരങ്ങളിൽ കൂടി കളിക്കും. പക്ഷേ ഡെവാൻ കോൺവേ, രജിൻ രവീന്ദ്ര, ജാമി ഓവർട്ടൺ എന്നിവർ ഇനി CSK ടീമിൽ ഉണ്ടായിരിക്കില്ല.